ക്ലാസ് തുടങ്ങണത് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ടീച്ചേഴ്സ് തുടങ്ങിയപ്പോൾ അതൊരു കോഴ്സായിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. എനിക്ക് സ്ട്രഗിള് വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് യൂണിവേഴ്സ് കാര്യങ്ങൾ എൻ്റെ കൈ കൊണ്ട് തരുമ്പോൾ അത് ഗ്രാബ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എപ്പോഴും വിട്ടുകളയില്ല. അതെന്ത് കുഞ്ഞാണെങ്കിലും ഞാൻ അതെടുക്കും. പക്ഷേ എൻ്റെ പടങ്ങൾ വീട്ടിൽ ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വരച്ച പടങ്ങളെല്ലാം. അപ്പോൾ ഈ വീട്ടിൽ വരുന്നവരെല്ലാം ചോദിക്കും, വരയ്ക്കുമല്ലേ, പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ അടുത്തെങ്കിലും ഇല്ല. എൻ്റെ മോൻ വരയ്ക്കും, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് വരയ്ക്കും. അപ്പം ഞാനിങ്ങനെ വെച്ചാൽ ഓക്കെ, അടുത്തെങ്കിലും ആർട്ട് ക്ലാസ്സില്ല, അപ്പം ഞാൻ തുടങ്ങാം. സോ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ടത്. അതേപോലെ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ അല്ലേ, ലൈക്ക് എനിക്കിന്നത് വേണമുള്ള ഡിസിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും, നമുക്കിങ്ങനെ ഇട്ട് തരും. നമ്മളത് കണ്ട് ഗ്രാബ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവിടുത്തെ ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ. 10 പൈസയിൽ നമുക്ക് വീട്ടിലൊരെണ്ണം തുടങ്ങാം. നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ട്, പിള്ളേർ ചുറ്റുമുണ്ട്, വേറൊരു ആർട്ട് സ്കൂളില്ല, പിന്നെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, തുടങ്ങുക. അടുത്ത ആഴ്ച ഞാൻ ആകെ 3 ആഴ്ച ആയിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ വിദ്യാരംഭത്തിൻ്റെ അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്കും വീണ്ടും എൻക്വയറി കോൾസ് വന്ന് ഈ 5ൽ നിന്ന് 7 ഇപ്പം 7ൽ നിന്ന് 9 ഇപ്പോൾ 9 11 കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ കയ്യിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സോ അങ്ങനത്തെ ചെറിയ ചെറിയ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് സാറ് പറഞ്ഞത്. പക്ഷേ വർക്ക്സ് വണ്ടേഴ്സ് ആൻഡ് ഐ ഫൈൻഡ് ലൈക്ക് ഹീസ് എ ട്രൂ മെന്റർ. കാര്യം ഇത്രയും പേര് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഹീസ് ഡൂയിങ് സംതിങ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.